ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് എന്നാണ്. ഈ വീഡിയോ 6-7 മിനിറ്റ് കൊണ്ട് ഇത് തീർക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം മുതൽ അവസാനം വരെയും ഇത് കാണുക. പെന്തക്കോസ്ത് നാളിൽ വിശുദ്ധ പത്രോസ് വന്നു കൂടിയ ജനത്തോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുക. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ പ്രസ്താവിച്ചു. ഇവിടെ പരിശുദ്ധാത്മാവിനെ ദാനം എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിച്ചിട്ടുള്ളവരെല്ലാം അന്യഭാഷ സംസാരിക്കുന്നു. ഭൂമിയുടെ 4 ദിക്കിലും ചെതറിയിരുന്ന യഹൂദന്മാർ പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ വന്നു കൂടിയിരുന്നുവല്ലോ. 18 ദേശങ്ങളിലുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അതേസമയം യേശുവിൻ്റെ ആജ്ഞ അനുസരിച്ച് അപ്പോസ്തലന്മാരും മറ്റുള്ളവരും അടങ്ങിയ ഏകദേശം 120ഓളം പേരുള്ള ഒരു സംഘം ഉയരത്തിലെ ശക്തി പ്രാപിക്കുവാൻ കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ആത്മാവ് അവർക്ക് നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഗലീലക്കാരായ 120 പേരും അന്യഭാഷകളിൽ സംസാരിച്ചപ്പോൾ 18 ദേശങ്ങളിൽ നിന്ന് വന്നിരുന്ന യഹൂദന്മാർ അവരുടെ സ്വന്തം ഭാഷകളിൽ കേട്ടു. അങ്ങനെ തന്നെ കൊർന്നേല്യോസിൻ്റെ ഭവനത്തിലും എഫേസസിലും പരിശുദ്ധാത്മാവെന്ന ദാനം പകർന്നപ്പോൾ അന്യഭാഷകളിൽ സംസാരിച്ചിരുന്നു. ഇന്നും അനേക ലക്ഷം ജനങ്ങൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം പ്രാപിച്ച് അന്യഭാഷകളിൽ സംസാരിച്ചു വരുന്നു. ഇപ്പോൾ പകരപ്പെടുന്ന പരിശുദ്ധാത്മാ ദാനത്തിന് പിന്മഴ എന്ന് വിളിക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ വന്നു കൂടിയവർക്ക് 120 പേരും സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലായി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ചിലവർക്ക് അത് മനസ്സിലായിട്ടില്ല. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെ മദ്യപാനത്താൽ മത്തരായിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവർ പരിഹസിച്ചു. ഇന്നും അങ്ങനെ തന്നെ പരിഹസിക്കുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലാകാത്തത്? മദ്യപിച്ച് മത്തരായി എന്ന് പരിഹസിച്ചവർ മറ്റു ദേശങ്ങളിൽ പോയവരോ അവിടെ നിന്ന് തിരിച്ചു വന്നവരോ മറ്റു ഭാഷകൾ പഠിച്ചവരോ ആയിരുന്നില്ല. അവർ യെരുശലേമിൽ വസിച്ചിരുന്ന യഹൂദന്മാരത്രേ. അവർ ആ ദേശത്തിലെ ഭാഷ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അതിനാൽ അന്യഭാഷകൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് സത്യം. കൂടാതെ അവർ സംസാരിച്ചിരുന്നത് ചിലപ്പോൾ ദൂതന്മാരുടെ ഭാഷയാകാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 1 അത് എഴുതിയിട്ടുണ്ട്. ഇന്നും പല ഭാഷകൾ അറിയുന്നവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ പലവർക്കും മനസ്സിലാകുന്നില്ല. അന്യഭാഷ സംസാരിക്കുന്നത് കേട്ടിട്ട് മനസ്സിലാകാത്തതിനാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമല്ല എന്ന് യെരുശലേം നിവാസികളായ യഹൂദന്മാർ അഭിപ്രായപ്പെട്ടതുപോലെ അന്യഭാഷ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അതിനെക്കുറിച്ച് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 2-ൽ വിശുദ്ധ പൗലോസ് പ്രസ്താവിച്ചിരിക്കുന്നു. ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ ദാനം പ്രാപിക്കുന്ന ജനം കർത്താവിൽ സന്തോഷിക്കുന്നു. അന്യഭാഷ ബാഹ്യമായ അടയാളമായിരിക്കെ ഹൃദയത്തിൽ ദൈവസ്നേഹം പകരപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നുവല്ലോ. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യത്തിൽ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയുന്നു. ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട ഹൃദയത്തിൽ നിന്നും അന്യഭാഷകളിൽ വായി സംസാരിക്കുന്നു. സ്നേഹത്താൽ നിറഞ്ഞ് അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിപ്പാൻ കഴിയുകയില്ലയോ എന്നൊരു ചോദ്യം ഉദിക്കാം. സ്വന്തം ഭാഷയിൽ ഇഷ്ടം പോലെ സ്തുതിക്കാം. എന്നാൽ സ്വന്തം ഭാഷ നാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ അത് എങ്ങനെ അടയാളമാകും? ഹൃദയത്തിൽ നിറഞ്ഞ് ദൈവസ്നേഹം നാവിനെ നിയന്ത്രിക്കുന്നത് കൊണ്ട് അത്
ഇച്ഛിക്കുന്നത് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. നാവ് എന്തുകൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നു? കർത്താവായ യേശു പരിശുദ്ധാത്മാവെന്ന ദാനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലവർ ഈ നിൽക്കുന്നവരിലുണ്ട്. മാർക്കോസ് സുവിശേഷം 9:1 വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവരാജ്യം പരിശുദ്ധാത്മാവെന്ന ദാനത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വരുന്നു എന്നത് ഇത് പ്രകടമാക്കുന്നു. അതായത് പരിശുദ്ധാത്മാവ് എന്ന ദാനം നമ്മൾ വരുമ്പോൾ നമ്മുടെ ഓരോ അവയവത്തെയും നിയന്ത്രിക്കുകയും നമ്മെ ഒരുക്കുകയും ചെയ്യുന്നു. അതാണ് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ആത്മീയ അദൃശ്യ സ്വർഗരാജ്യം എന്നർത്ഥം. അടക്കാൻ വയ്യാത്ത നാവിനെ അടക്കി ദൈവ ഇഷ്ടത്തിന് ഒത്തവണ്ണം ആത്മാവ് നിയന്ത്രിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവരാജ്യവുമായി ഒരു വ്യക്തിയിൽ പകരപ്പെട്ട് നാവിനെ നിയന്ത്രിക്കുന്നതിനാൽ അതിൻ്റെ സ്വാധീനത നഷ്ടപ്പെട്ട് അന്യഭാഷകളിൽ സംസാരിക്കുന്നു. ഇത് ദൈവരാജ്യം ഒരു വ്യക്തിക്കുള്ളിൽ വന്നതിൻ്റെ അടയാളമാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവെന്ന ദാനത്തിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം അന്യഭാഷ ഭാഷണമായി കണക്കാക്കപ്പെടുന്നു. അന്യഭാഷ അഭിഷേകത്തിൻ്റെ ഏക അടയാളമായിരിക്കാൽ അഭിഷേകം പ്രാപിച്ച എല്ലാവരും അന്യഭാഷ സംസാരിക്കുമെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. പെന്തക്കോസ്ത് നാളിൽ മാത്രമല്ല, അതിനുശേഷം ഇന്നും പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിച്ച എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നതായി സാക്ഷ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. പിതാവിൻ്റെ തേജസ് എന്നതും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതും ഒന്നത്ര. അതായത് പിതാവിൻ്റെ തേജസ്സാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ ആത്മാവിൽ സ്വർഗസ്ഥലങ്ങളിൽ വസിക്കുമ്പോൾ ശരീരം ഈ ലോകത്തിൽ കാണപ്പെടുന്നു. ഇനി പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവ് കർത്താവിനോട് കൂടെ പുനരുത്ഥാനം പ്രാപിച്ച് ഉയരത്തിൽ വസിക്കുന്ന അവസ്ഥയിലും ശരീരം ഭൂമിയിൽ ഇരിക്കുന്ന അവസ്ഥയിലും കാണപ്പെടുന്നു. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അവസാനം വരെയും ഈ വീഡിയോ കാണുക. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.